ഹലോ, നമ്മളിതാ ഇന്ന് പാസ്ത ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് പാസ്ത ഉപ്പും മഞ്ഞൾപ്പൊടി വേവിച്ച് വെച്ചതാണ്. അധികം അലിഞ്ഞ് പോകരുത് എന്ന ആവശ്യത്തിന് വെന്തും വേണം. അങ്ങനെ ഒരു പരുവത്തിൽ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് പിന്നെ വേറൊരു കുക്കർ എടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കനും ഉപ്പും കുരുമുളക് പൊടിയും നല്ല വെളുത്തുള്ളിയും ചതച്ച് അതിലേക്ക് ഇട്ടിട്ട് കുഴച്ച് അത് നമുക്ക് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമ്മൾ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ ഇല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. പറ്റുന്ന വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഇതെന്താ വെച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിതേ ബട്ടറും ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മളിതേ ബട്ടർ ഇട്ട് കൊടുത്ത് അതൊന്ന് മെൽട്ടായി വരുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം കേട്ടോ. ഇതിൽ ഗ്രീൻ പീസ് ആഡ് ചെയ്യാം, പലതും ആഡ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മളിതിവിടെ ക്യാരറ്റും മറ്റേ ഇതില്ലേ എന്തായാലും പറയുക ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ തക്കാളി ഉണ്ടല്ലോ, ചെറിയ തക്കാളി കുനുകുനാ അരിഞ്ഞ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് രണ്ടും കൂടി നമ്മളൊന്ന് വേവിച്ചെടുക്കണം. നല്ലോണം മിക്സ് ചെയ്തെങ്ങാണ്ട് നമ്മളൊന്ന് 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ക്യാരറ്റൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വരണമല്ലോ. അതിനിടയിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഓടുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് ചില സമയത്ത് ഉമ്മയാണ് ക്യാമറ പിടിക്കുന്നത്. കാരണം ഞാൻ ഈ സമയത്ത് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പം രാവിലെ എൻ്റെ ലൈവിൻ്റെ സമയം ആയതുകൊണ്ട് ചില സമയത്ത് എനിക്ക് ക്യാമറ പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മതി ക്യാപ്സിക്കം ഉണ്ടല്ലോ, അത് നമ്മൾ ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കം നമ്മൾ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കാത്ത എന്താ വെച്ചാൽ ക്യാപ്സിക്കം വേഗം വേവും. ക്യാരറ്റ് അങ്ങനെയല്ല, ക്യാരറ്റ് കുറച്ച് ജസ്റ്റ് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അതുകൊണ്ടാണ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അത് ക്യാരറ്റ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ക്യാപ്സിക്കം ഇടുന്നത്. അതുകൊണ്ടാണ് ക്യാപ്സിക്കം ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ നമ്മൾ ആ ചിക്കനൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് പാലുണ്ടല്ലോ, പാൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മളിതിൽ കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും കൊണ്ട് ചേർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് പറയാൻ വിട്ടുപോയതാണ്. അപ്പം നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ടിങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഈ പറഞ്ഞ പോലെ ജീരകപ്പൊടിയും കൂടി ഇടാം. ഇത് ട്രൈ ചെയ്യുന്നവർ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. ഗ്രീൻ പീസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറി എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ ചീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ചീസും ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടണമെങ്കിൽ കൂട്ടാം. നമ്മളിപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ആകെ നമ്മൾ ക്യാരറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ക്യാപ്സിക്കം മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ചിക്കൻ അത് നമ്മൾ ചെറുതായിട്ട് പീസായിട്ട് മുറിച്ചിട്ടിടുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഭയങ്കര ഒരു പൊടി പോലെ ആക്കണമെങ്കിൽ ആക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമ്മളിങ്ങനെ ചിക്കൻ ചെറിയ കഷ്ണം കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ, ആ ഒരു രീതിയിലാണ് ഇടുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നേരത്തെ നമ്മൾ ആക്കി വെച്ച ആ പാസ്ത ഉണ്ടല്ലോ, ആ പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാം. അത് എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ നമ്മളതൊന്ന് മിക്സ് ചെയ്യണം. ഇത് ട്രൈ ചെയ്യുന്നവർക്ക് ഇനി ഇത് വീഡിയോ കണ്ടിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. വീഡിയോ എടുക്കുമ്പം ഫോണൊന്ന് ഷേക്ക് ആവുന്നുണ്ട്. കറക്റ്റ് ചില സമയത്ത് എനിക്ക് ഫോൺ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കൂടുതൽ നമ്മുടെ അജവമോളുണ്ടല്ലോ അടുത്ത്, നമ്മുടെ അജവക്കുട്ടി ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുറുമ്പ് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പം അങ്ങനെയൊക്കെ ഇടയ്ക്ക് ചില സമയത്ത് ഇങ്ങനെ ഷേക്കാവും. നമ്മൾ ഈ പാസ്ത ഇതൊക്കെ ഇങ്ങനെ ചേർത്ത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യുക ഗൈസ്, നല്ലോണം മിക്സ് ചെയ്ത് ഇനി ലാസ്റ്റാണ് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റാണ് പാൽ വയ്ക്കുന്നത്. പാലും കൂടെ അപ്പം അങ്ങനെ ഈ പാലിങ്ങനെ കുറച്ച് ഒഴിച്ചെടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ക്രീമി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ച് കൊടുക്കാം. അല്ല ഭയങ്കര ഡ്രൈ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അല്ലെങ്കിൽ പാൽ ഒഴിച്ച് നല്ലോണം നമ്മൾ വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ചീസ് ഉണ്ടെങ്കിൽ ചീസ് ഇടാം. ഇനി നിങ്ങൾക്ക് കുറുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം പാലൊഴിച്ച് നമുക്ക് വെള്ളം പോലെ വേണ്ട, ബട്ട് ആ വെള്ളം പോലെ തന്നെ കുറുകി നിൽക്കുന്നുണ്ടെങ്കിൽ അരിപ്പൊടി മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കോൺഫ്ലവർ പൊടി ഉണ്ടാവുമല്ലോ,
അത് ജസ്റ്റ് ഒന്ന് കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് പിന്നാണ്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് തിളപ്പിച്ചാലും മതി. അപ്പം അത് അങ്ങനെ വെച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറുകി നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ റെസിപ്പി.